So hello guys, welcome back to a new Minecraft video. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഗധ സീസൺ 2-ൻ്റെ 5-ാമത്തെ എപ്പിസോഡുമായിട്ടാണ്. സോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചേറെ ദിവസമായി, ഓൾമോസ്റ്റ് 10 ദിവസമായി. ഇതിൻ്റെ ഇടയ്ക്ക് എൻഡ് ഫൈറ്റ് കഴിഞ്ഞു, ബാറ്റിൽ അരീനയിലെ PvP ഇവൻറ്റ് കഴിഞ്ഞു, പിന്നെ നമ്മുടെ ബേസ് പണി കഴിഞ്ഞു, ഷോപ്പിൻ്റെ സ്ട്രക്ക് പണി കഴിഞ്ഞു. അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നു. ഇതെല്ലാം കാര്യം ഞാൻ ബേസ് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ കൊട്ടാരം എന്താണ്ടേ നമ്മൾ പണിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ പില്ലർ വരുമെന്ന് പറഞ്ഞിരുന്നു, ബട്ട് അത് ചെയ്യാനുള്ള ഒരു ഐഡിയ ഇപ്പം തോന്നുന്നില്ല. കാരണം ഇതിപ്പം ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് ലുക്കായിട്ടുണ്ട്. ഇതെല്ലാം നോക്കാം. നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ്ട് അതാണ് നമ്മുടെ ഒരു നെതർ പോർട്ടൽ ബിൽഡ്. നമ്മൾ ഇവിടുന്ന് നെതർ പോർട്ടൽ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വെച്ചു. കാരണം അതും ആ ഒരു ഡിസൈനും ഈ ഒരു കാസ്റ്റലിൻ്റെ സെയിം ഡിസൈനായിട്ട് തന്നെയാണ് അതും ചെയ്തേക്കുന്നത്. വലിയ ആഡംബരമൊന്നും ആക്കിയിട്ടില്ല. സോ നമുക്ക് താപ്പോട്ടിറങ്ങി നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇൻറ്റീരിയർ കാണിക്കാൻ പോകുന്ന ഫസ്റ്റ് തന്നെ ത്രോൺ റൂം. ത്രോൺ റൂം ഇതാണ് നമ്മുടെ സിംഹാസനം ഇരിക്കുന്ന റൂം. ഇവിടെ ഓരോ പ്ലേയേഴ്സിൻ്റെ ഹെഡൊക്കെ വെച്ചിട്ടുണ്ട്. ആർമർ സ്റ്റാൻഡിൽ ആർമറും ഡയമണ്ട് ആർമറും ഗോൾഡ് ആർമറും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിരിക്കും. എന്താ ഇങ്ങനെ ഇരിക്കും നമ്മൾ. ഓക്കെ, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സൈലൻസും കിട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് സൈലൻസും കിട്ടി. നമ്മൾ ചെസ്റ്റ് പ്ലേറ്റിൽ അതാണ് ഇട്ടേക്കുന്നത്, സൈലൻസ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ത്രോൺ റൂം. ഓക്കെ, ഇനി അടുത്ത ബാക്കിയുള്ള റൂമൊക്കെ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ഹാൾവേ ആണ്. ഇവിടെ എല്ലാം ഹാൾവേ ആണ്. നമ്മൾ പക്ക സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൾവേ. എല്ലായിടത്തും പെയിൻറ്റിങ്സും വെച്ച് എല്ലാം പക്കയാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി ഡൈനിങ് ഏരിയ കാണാം. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ കേക്ക് വെച്ചാലൊന്നും മുതലാവത്തില്ല ഗൈസ്. വരുന്നവർ കേക്ക് അടിച്ചുകൊണ്ട് പോകും. സോ ഇതാണ് നമ്മുടെ ഒരു സാധാ ഡൈനിങ് ഏരിയ. ഇവിടെ ഇതാണ് ക്രീപ്പറൊക്കെ പൊട്ടി മൊത്തം നശിച്ചാണ്. പിന്നെ നമ്മൾ പണിഞ്ഞു. ഓക്കെ, വേണ്ടി ഇവിടെ ഇരിക്കാം. എൻ്റെ കൈ കഴുകാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ വാഷിംഗ് ബേസിന് എല്ലാം ഉണ്ട്. ഇനി നമ്മൾ പണിഞ്ഞെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് റൂമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട്. സോ ഇവിടെയും അതുപോലെ തന്നെ ഹാൾവേ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പെയിൻറ്റിങ്ങും കുറേ പോട്ടൊക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ചെസ്റ്റ് റൂം, അതായത് സ്റ്റോറേജ് റൂം. ഇവിടെ അത്യാവശ്യം എല്ലാം നമ്മൾ ഒതുക്കി പെറുക്കി അടുക്കി എല്ലാം വെച്ചിട്ടുണ്ട്. വേണ്ട എല്ലാം നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷൾക്കറെല്ലാം വാങ്ങിയായിരുന്നു. വേണ്ട ഇത് നിറച്ച് ഷൾക്കറാണ്. നമ്മുടെ വാല്യൂബിൾസായിട്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഗൈസ്. വേണ്ടേ ഇത്രേ ഉള്ളൂ നമ്മുടെ വാല്യൂബിൾസായിട്ട്. സൈലൻസ് ഉണ്ട്, പിന്നെ 6 എൻചാൻറ്റഡ് ആപ്പിൾസ് ഉണ്ട്, പിന്നെ 2 ഫ്ലോയ ട്രിമ്മ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, ഇതുകൂടെ അതിലേക്ക് വെച്ചേക്കാം. നമ്മൾ എലേറ്ററൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എലേറ്ററൊക്കെ വാങ്ങിച്ചു, എലേറ്ററൊക്കെ കിട്ടി. എൻഡ് ഫൈറ്റിൻ്റെ ഫൈറ്റൊക്കെ കഴിഞ്ഞ്. എൻഡ് ഫൈറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര വിറ്റാണ്. മുട്ടയ്ക്ക് പോയി മുട്ട കിട്ടിയില്ല. അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു ഗീസ്. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് റൂഫിലേക്ക് പോവാം. അതായത് സെക്കൻഡ് ഫ്ലോർ. ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. ബെഡ്റൂമുണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്, പിന്നെ അവിടെയും ചെറിയൊരു ഹാൾവേ പോലെ. താണ്ടി ഇവിടെ എല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. താണ്ടി ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതെല്ലാം ഓപ്പണായിട്ട് തന്നെ കിടക്കും. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ അത്യാവശ്യം ഒരു 5-6 ദിവസത്തെ ഗ്രൈൻഡ് പണി ഉണ്ടായിരുന്നു ഗൈസ്. ഇത് മൊത്തം തീർക്കാനായിട്ട് ഒരാഴ്ചയ്ക്ക് പുറത്ത് വന്നു. ഇതാണ് ഒരു ഹാൾവേ. നമ്മുടെ ബെഡ്റൂം ഇതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് ദിവസം എല്ലാം ഡിസൈനൊക്കെ ചെയ്ത്. ഇത് വാർഡ്രോബ് അങ്ങനെ ഒരു സാധനം. ഓക്കെ, പിന്നെ ഇവിടെ ആർമർ സെറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ ടൈമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പിന്നെ ചെയ്യാനും നിന്നില്ല. എല്ലാം സെറ്റ് ചെയ്യണം ആർമർ. അതെല്ലാം നമ്മൾ റെഡിയാക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലൈബ്രറി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എല്ലാം സോർട്ട് ചെയ്ത് എല്ലാം അടുക്കി പെറുക്കി നല്ല ഒതുക്കത്തിലും മയക്കത്തിലും എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി താപ്പോട്ട് വലിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല അധികമായിട്ട്. ഓക്കെ, നമ്മൾ പിന്നെ അവിടെ നിന്ന് സ്റ്റോൺ ജനറേറ്റർ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞായിരുന്നു.
അതാണ്ട് ഇവിടെ ആയിട്ട് നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഡബിൾ ആക്കിയിട്ടുണ്ട്. ഇത് 5-ൻ്റെ, ഇത് 4-ൻ്റെ. ഓക്കെ, ആരെങ്കിലും പ്ലേസ് വരുമ്പോഴേക്കും നമുക്ക് അവരെയും കൂടെ പിടിച്ച് മൈൻ ചെയ്യിപ്പിക്കാം. ഇത് ചുമ്മാ നമ്മൾ ക്ലേ ഒക്കെ ഒന്ന് കത്തിച്ച് വരാൻ വേണ്ടി ചുമ്മാ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ നെതർ വാട്ടർ ഫാം. ഓക്കെ, അവിടെ 2 കൗ ക്രഷറുണ്ട്, 2 ഷീപ്പിനെ വൂളിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്രോപ്പ് ഫാം പണിഞ്ഞിരുന്നു. സുൽത്താൻ ബ്രോ ചത്തു. ഓക്കെ, ഇവിടെ ക്രോപ്പ് ഫാം ഉണ്ട്. അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 ഡബിൾ ചെസ്റ്റ് അടുപ്പിച്ച് നമുക്ക് ക്യാരറ്റ് കിട്ടിയായിരുന്നു. അതെല്ലാം നമ്മൾ കൊടുത്തു, ഫുഡ് ഷോപ്പിൻ്റെ ഓണർക്കെല്ലാം കൊടുത്തു. ഓക്കെ, നമുക്ക് ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് പോയിട്ട് അവിടുത്തെ സംഭവങ്ങളെല്ലാം കാണാം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ ടു നെതർ. ഓക്കെ, ഇതാണ് നമ്മുടെ നെതർ ഹബ്ബ്. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈ കുഴി കാണുന്നത് ഗാസ്റ്റ്, ഇവിടെ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഗാസ്റ്റ് സ്പോൺ ആവുന്നുണ്ട്. അതാണ് ഈ സൈഡിലും ഇടയ്ക്കും എല്ലാം കുഴി കാണുന്നത്. പിന്നെ ഇവന്മാർ നല്ലപോലെ ഇതാവുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ സൈഡിലോട്ടും നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലിച്ച്, അങ്ങനെ ചെറിയ ഗ്ലിച്ച് ഉണ്ട് കേസ്. ഈ മണ്ടയ്ക്കൂടെ പറക്കുമ്പോൾ ഒരു ഗ്ലിച്ച് ഉണ്ട്, കണ്ടോ? ഇതുണ്ടോ? അതൊക്കെ ഒരു ഗ്ലിച്ചാണ്, ചെറിയൊരു ബഗ്. ഓക്കെ, സോ നമുക്ക് ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് പോകാം. സോ ഹിയർ ഇതാണ്ട ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ് നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് പാത്ത് വരുന്നത്. നമ്മുടെ മൊത്തം ഷോപ്സ് എന്താണ്ട് ഇപ്പോൾ എല്ലാ ഓരോ ഷോപ്സ് വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ഇതാണ് നമ്മുടെ ഷെബിൻ സാബുവിൻ്റെ ഫുഡ് ഷോപ്പ്. ഇതാണ് ഷെബിൻ സാബുവിൻ്റെ ഫുഡ് ഷോപ്പ്. ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്. നമുക്കങ്ങ് തൂത്ത് അടിച്ചേക്കാം. നോക്കട്ടെ, നമ്മുടെ ഫുഡിനകത്ത് എന്തേരം ഉണ്ട്. 2 ഗോൾഡൻ ആപ്പിൾ, ഗോൾഡൻ ആപ്പിൾ വല്ലതും വെച്ചോ. 16 4 ഡയ ബ്ലോക്കോ? 4 ഡയ ബ്ലോക്കൊന്നും പറ്റത്തില്ല. 16 ഡയ തരാനല്ലേ ഒരു സ്റ്റാക്കിന്. ഓക്കെ, നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് അങ്ങ് വെച്ചു. 2 സ്റ്റാക്ക് 3 ഡയമണ്ട് അല്ലേ? നമ്മുടെ കയ്യിൽ എന്തോരോ ഉണ്ട്, നോക്കട്ടെ. 2 സ്റ്റാക്ക് 3 ഡയമണ്ട്. ഇതിനകത്ത് ഇനി എത്ര സ്റ്റാക്ക് വേണം? അതും 18 സ്റ്റാക്ക് വേണം. 18 സ്റ്റാക്ക്, 2 സ്റ്റാക്ക് 3 ഡയമണ്ട്, 20 സ്റ്റാക്ക് 30 ഡയമണ്ട്, 18 സ്റ്റാക്ക് 27 ഡയമണ്ട്. ഓക്കെ, 27 ഡയമണ്ട്, അതായത് 3 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് 18 സ്റ്റാക്ക് എടുക്കണം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 സ്റ്റാക്ക്. ഓക്കെ, നമ്മുടെ ഫുഡ് പെട്ടി എങ്ങനെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഡയമണ്ട് പോട്ട് പവർ വരട്ടെ, അത്രേ ഉള്ളൂ. ഇനി നമ്മളങ്ങനെ പട്ടിണി കിടന്നൊന്നും ചാവത്തില്ല. ഒന്നുമല്ല, അത് ഗോൾഡൻ ആപ്പിളിൻ്റെ വില കുറയ്ക്കുമ്പോൾ നമുക്ക് ഗോൾഡൻ ആപ്പിൾ തിന്നാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അല്ല, ഇതൊക്കെയാണ്. ഫുഡൊക്കെ കുറേ വാങ്ങിച്ച് നോക്കേണ്ടി വരും. ഇതുപോലെ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാം. ഇത് വന്നിട്ട് നമ്മുടെ റോക്കറ്റ് ഷോപ്പ്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം റോക്കറ്റ് ഉള്ളതുകൊണ്ടും ഒരു ഷെൽക്കർ അടുപ്പിച്ച റോക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതുവഴി എൻട്രി ഇല്ല. ഒരു ഷെൽക്കർ അടുപ്പിച്ച് റോക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല. TNT ഇവിടെ ഉണ്ട്. TNT 32-ന് വില കാണിക്കുന്നില്ല. ഓക്കെ, വില കാണിക്കുന്നത് 32-ന് സംതിങ് ആണ്. ഇവിടെ ഉണ്ട്. താഴെ വില കൊടുത്തേക്കുന്നത്. ഇത് 3 സ്റ്റാക്ക് 2 ഡയമണ്ട്, 32-ന് 4 ഡയമണ്ട്. ഓക്കെ, കൊള്ളാം, നല്ല റേറ്റ് അല്ല. ഒരു സ്റ്റാക്കിന് 5 ഡയമണ്ട് കൊടുക്കായിരുന്നു. ചീറ്റിങ്. പിന്നെ ഇത് വുഡ് ഷോപ്പാണ്. വുഡ് ഷോപ്പ് അത്യാവശ്യം നല്ല ഷോപ്പാണ്. അത്യാവശ്യം എല്ലാവർക്കും ആവശ്യമുള്ള ഷോപ്പാണ്. പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഓക്കെ, ഇതിനകത്തെങ്ങും ഒന്നുമില്ല, കാരണം ഓർഡർ വഴി മാത്രമാണ് കിട്ടുന്നത്. ഇനിയുള്ളത് നമ്മുടെ ടോട്ടം ഷോപ്പ്. ഇത് കാണുമ്പോൾ തന്നെ അറിയുമല്ലേ, മറ്റേ പില്ലേജർ ഔട്ട് പോസ്റ്റ് പോലെ തന്നെ വെച്ചേക്കുന്ന ഒരു ടോട്ടം ഷോപ്പാണ്. ഓക്കെ, നമുക്ക് ടോട്ടം ഷോപ്പിൽ കയറി നോക്കാൻ വല്ല സ്റ്റോക്ക് ഉണ്ടോയെന്ന്. ഇവിടെ എല്ലാം വിറ്റ് പോയിരിക്കുന്നു. ഓക്കെ, ഫുള്ള് ഡയമണ്ട് മാത്രം. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ലാൻഡേൺ ഷോപ്പ്
അവിടെ ഒരു പെട്ടിക്കട കാണുന്നുണ്ട്. അത് സുൽത്താൻ ബ്രോയുടെ ഒരു ലോട്ടറി കടയാണ്. പാവം കച്ചവടമൊന്നുമില്ല. 48,1,936. നമുക്കൊന്നും വേണ്ട, നമുക്ക് വലിയ ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, വേണ്ടേ. ഇതാണ് നമ്മുടെ ഡെവിലൂസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ എന്താ പറയുക മോണുമെൻറ്റ്. സീലാൻഡൻ ഷോപ്പാണ്, ഗാർഡിയൻ ഷോപ്പ് എന്നൊക്കെ പറയാം. പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വോയിഡിൻ്റെ വന്നിട്ട്, ഇത് വോയിഡിൻ്റെ ലേഡ്ര ഷോപ്പ്. ഇത് സ്റ്റോക്കൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ പോഷൻ ഷോപ്പ്, ആഗ്നോസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ആണ്. ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല, ചിലപ്പോൾ ഓർഡർ ആയിരിക്കും, അറിഞ്ഞൂടാ. ഓൺ ബാഗ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഓക്കെ, പണി തീർന്നിട്ടില്ല, അതാണ് സംഭവം. ഇതാണ് നമ്മുടെ റെഡ് സ്റ്റോൺ ഷോപ്പ്. ഓക്കെ, നമ്മുടെ റെഡ് സ്റ്റോൺ ഷോപ്പ്. ആ 3 ബ്ലാക്ക് ആയിട്ട് ഇരിക്കുന്ന ബഗ് അടിച്ചിരിക്കുന്നതാണ്, വേറൊന്നുമില്ല. ഓക്കെ, മുമ്പിലൊരു 6 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓർഡർ ചെയ്യുക. ഈ ബുക്കിനകത്ത് പ്രൈസ് എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഓൾറെഡി ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ബൈ ഷിപ്പിൻ 32 റെഡ് സ്റ്റോൺ ബ്ലോക്ക്. ഓക്കെ, 32 റെഡ് സ്റ്റോൺ ബ്ലോക്ക് നമുക്ക് കൊടുക്കാം. ബുക്ക് ആൻഡ് കില്ല് ഇതിൽ വെച്ചേക്കുന്ന ബുക്ക് ആൻഡ് കില്ലിനകത്ത് എഴുതുക, എഴുതിയിട്ട് ഇതിൽ തന്നെ വെക്കുക. നമ്മൾ വരും, നോക്കുമ്പോൾ ഓർഡർ കാണുമ്പോൾ അതെല്ലാം നമ്മൾ ഒപ്പിച്ചു കൊടുക്കും. നമുക്കങ്ങനെ അതിൻ്റെ വിലയൊക്കെ കുറച്ച് ട്രിക്കി ആയതുകൊണ്ട് ഷോപ്പിൽ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. എന്താണ്ട് അതിനാവശ്യമുള്ള റെഡ് സ്റ്റോൺ ഐറ്റംസ് എല്ലാം നമ്മൾ കൂടെ കൊണ്ടുനടപ്പുണ്ട്. ഇതാണ് അതെല്ലാം. എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുനടപ്പുണ്ട്. പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാമല്ലോ. അത്രയ്ക്കുള്ള നമ്മുടെ റെഡ് സ്റ്റോൺ ഷോപ്പ്. ഈ പെയിൻറ്റിങ് കൊള്ളാം. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ സുൽത്താൻ ബ്രോയുടെ ഒരു ബോൺ ബ്ലോക്ക് ഷോപ്പാണ്. വേണ്ടേ, ബോൺ ബ്ലോക്കിന് 32 ഫോർ 2 ഡയ, ഭയങ്കര റേറ്റാണ്. 64 1 ഡയ. ഓക്കെ, 64 ഒരു ഡയ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ. അതാണ്ട് അവിടെ കൂടെ ഷോപ്പുണ്ട്, അത് ബ്ലോക്ക് ഷോപ്പാണ്. അത് പ്രൈം തോർഫിൻ എന്ന പ്ലെയറിൻ്റെ ബ്ലോക്ക് ഷോപ്പാണ്. അതിലും സ്റ്റോക്സ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ഓർഡറിങ് മാത്രമായിരിക്കും. ഇതാണ് അതിലേക്കുള്ള പാത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിലെ ബിൽഡ് എന്ന് പറയുന്നത്. ഇനി ഒരു ബീക്കൺ ഷോപ്പ് വരും, പിന്നെ ഡെക്കറേഷൻ ഷോപ്പ് ആരും എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് അത് വരുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ള ആക്ച്വലി സ്പോണിലെ വില്ലേജർ അതിൻ്റെ ട്രേഡ് തെറ്റി കിടക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് പോയിട്ട് ഇന്ന് ശരിയാക്കണം. 2-3 ദിവസമായിട്ട് പണി പറയുന്നുണ്ട് അവർ. നമ്മൾ ഈ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൻ്റെ പാത്തിൻ്റെ കാര്യം ഇതെല്ലാം നമ്മുടെ സ്വന്തം ഡിസൈൻ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് ബിസി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിനി ചെയ്യണം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റും നമ്മുടെ ബേസും കാണിച്ചു തന്നല്ലോ. കുറേ ദിവസമായി, 10 ദിവസമായി എന്നറിയാൻ. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ സെർവറിലെ കാര്യങ്ങളൊക്കെ ആയിട്ടും ഇങ്ങനെ തലപുകഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തലപുകയാനായിട്ടൊന്നുമില്ല, എന്നാലും നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് പണിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതിൻ്റേതായ ബിസിയും ഒക്കെ ആയിരിക്കും, അതിൻ്റേതായ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. അതാണ് വീഡിയോ വരാൻ ലാഗ് അടിക്കുന്നത്. ഓക്കെ, സോ ഇതാണ്ടേ നമ്മുടെ സൈലൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫുൾ സെറ്റാണ്. നമുക്കിനി ലെഗിൻസിലും കൂടെ സൈലൻസ് ആയിരുന്നു. ഹെൽമെറ്റിന് അത് മതി, ഫ്ലോ ഇടാന്ന് വെച്ചാൽ. പക്ഷേ ഇത് കാണാൻ രസമുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് പിന്നെയും ബഗ്ഗടിച്ചിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട. ബൂട്ടിൽ ഫ്ലോ ആണ്. ഇനി കുറേ പ്ലാൻസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഞാൻ ഒരു പൈറേറ്റ് ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് എങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് പണിയണോ വേണ്ടിയത്. കാരണം അത് കുറേ ഭയങ്കര വലിപ്പമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സീസണിലേക്ക് വല്ലതും മാറ്റി വെച്ചാലോ, അടുത്ത സീസണിൽ ഒരു പൈറേറ്റ് ഷിപ്പായിട്ട് ബേസ് വെച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചനയിൽ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം. ഇനി അടുത്ത വീഡിയോ ഒക്കെ ഉടനെ തന്നെ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.